ഒരു കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ റൊമാൻറ്റിക് ഹീറോ. പിന്നീട് മലയാള സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു. പക്ഷേ ഇന്ന് വീണ്ടും മലയാള സിനിമയിലെ ഏറ്റവും തിരക്കേറിയ നടന്മാരിൽ ഒരാളായി മാറി. എങ്ങനെ സാധിച്ചു ഈ അത്ഭുതകരമായ തിരിച്ചുവരവിനെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുഞ്ചാക്കോ ബോബൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവരവിനെ കുറിച്ചാണ്. പരാജയങ്ങളെ മറികടന്ന് വീണ്ടും പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറിയ അദ്ദേഹത്തിൻ്റെ യാത്ര ശരിക്കും പ്രചോദനമാണ്. കുഞ്ചാക്കോ ബോബൻ്റെ സിനിമയിലെ തുടക്കം എങ്ങനെയായിരുന്നെന്ന് നമുക്ക് നോക്കാം. കുഞ്ചാക്കോ ബോബൻ 1997 പുറത്തിറങ്ങിയ അനിയത്തിപ്രാവ് എന്ന സിനിമയിലൂടെയാണ് നായകനായി അരങ്ങേറ്റം കുറിച്ചത്. ആദ്യ സിനിമ തന്നെ വമ്പം വിജയമായി മാറിയിരുന്നു. അതിനുശേഷം തുടർച്ചയായി നിരവധി റൊമാൻറ്റിക് സിനിമകളിലൂടെ യുവാക്കളുടെയും കുടുംബ പ്രേക്ഷകരുടെയും പ്രിയതാരമായി മാറി. ആ കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയ യുവതാരങ്ങളിൽ ഒരാളായിരുന്നു കുഞ്ചാക്കോ ബോബൻ. എന്നാൽ കാലം മാറിയതോടെ ഒരേ തരത്തിലുള്ള റൊമാൻറ്റിക് കഥാപാത്രങ്ങൾ ആവർത്തിക്കപ്പെട്ടു. പുതിയ തലമുറ നടന്മാരുടെ വരവും സിനിമയിലെ മാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ കരിയറിനെ ബാധിച്ചു. ഒരു കാലത്ത് വലിയ വിജയങ്ങൾ നൽകിയിരുന്ന സിനിമകൾ പിന്നീട് പ്രതീക്ഷിച്ച ഫലം നൽകാതെ തുടങ്ങി. പക്ഷേ കുഞ്ചാക്കോ ബോബൻ അവിടെയൊന്നും തോറ്റില്ല. പഴയ ഇമേജിൽ ഒതുങ്ങാതെ പുതിയ കഥാപാത്രങ്ങൾ സ്വീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയത്. നായകൻ എന്ന ഇമേജിനേക്കാൾ നല്ല കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാനായിരുന്നു പിന്നീട് കൂടുതൽ ശ്രദ്ധിച്ചത്. തിരിച്ചുവരവിന് ശേഷം സസ്പെൻസ് ത്രില്ലർ, കുടുംബകഥ, ഗൗരവമുള്ള കഥാപാത്രങ്ങൾ, നെഗറ്റീവ് ഷെയ്ഡുള്ള വേഷങ്ങൾ എല്ലാം അദ്ദേഹം ആത്മവിശ്വാസത്തോടെ ചെയ്തു. ഈ മാറ്റമാണ് അദ്ദേഹത്തെ പുതിയ തലമുറ പ്രേക്ഷകർക്കും പ്രിയങ്കരനാക്കിയത്. വർഷങ്ങൾ കഴിയും തോറും കുഞ്ചാക്കോ ബോബൻ്റെ അഭിനയത്തിലും വലിയ മാറ്റം വന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളിൽ കൂടുതൽ പക്വത കാണാം. ഓരോ കഥാപാത്രത്തിനും വേണ്ട തയ്യാറെടുപ്പും ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വ്യക്തമാണ്. കുഞ്ചാക്കോ ബോബനെ പ്രേക്ഷകർ ഇന്നും സ്നേഹിക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ലാളിത്യമാണ്. സിനിമയ്ക്ക് പുറത്തും സാധാരണക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ പ്രായക്കാരിലും ആരാധകരുണ്ട്. എന്തുകൊണ്ടാണ് കുഞ്ചാക്കോ ബോബൻ്റെ രണ്ടാം വരവ് ഇത്രയും അധികം സക്സസ്ഫുൾ ആയതെന്ന് നമുക്ക് നോക്കാം. പരാജയങ്ങളെ ഭയക്കാതെ സ്വയം മാറാൻ കുഞ്ചാക്കോ ബോബൻ തയ്യാറായി. പുതിയ കഥാപാത്രങ്ങൾ സ്വീകരിച്ചു. അഭിനയത്തിൽ തുടർച്ചയായി മെച്ചപ്പെട്ടു. ഇവയെല്ലാം ചേർത്തതാണ് കുഞ്ചാക്കോ ബോബൻ്റെ തിരിച്ചുവരവിനെ മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ കംബാക്കുകളിൽ ഒന്നാക്കിയത്. നിങ്ങൾക്ക് കുഞ്ചാക്കോ ബോബൻ്റെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇത്തരത്തിലുള്ള സിനിമാ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.